വെൽക്കം ടു മത്സ്യഫെഡ് അക്വാ ടൂറിസം സെന്റർ ഞാറയ്ക്കൽ. ഇന്ന് പൊളിക്കണം. ഈ ഒരു പാലം കടന്നാൽ പിന്നെ വഞ്ചിത്തുരുത്തിൽ ഒരു ഏറുമാടം, ബാംബു ഹട്ട്, ഫിഷിങ്, കയാക്കിങ്, പിന്നെ പറക്കണ ഭൂമിന്റെ ഇടയിലൂടെ ഒരു ബോട്ടിങ്. അപ്പൊ ഞാൻ പറഞ്ഞു വർണ്ണിക്കുന്നതിൽ നല്ലത് കണ്ടറിയുന്നതാ. വായോ. Again, a warm welcome back to Matney 360. ഇന്ന് മാറ്റ്നി 360യുടെ താരമെന്ന് പറയുന്നത് മത്സ്യഫെഡ് അക്വാ ടൂറിസം സെന്റർ ഞാറയ്ക്കലാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അധികം സമയം വഹിക്കാതെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. കാരണം ടോക്ക് ലെസ് വൈബ് മോർ, അതാണ് നമ്മുടെ മോട്ടോ. ലെറ്റ്സ് കീപ് അവർ മോട്ടോ. വാ. അപ്പൊ നമ്മൾ ഏതായാലും ഈ ഒരു അക്വാ ടൂറിസം സെന്റർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യണതിന്റെ ഒപ്പം ഇതെല്ലാം പറഞ്ഞു തരാനായിട്ട് ഒരാൾ വേണം. അതിനായിട്ട് അക്വാ ടൂറിസം സെന്ററിന്റെ പ്രൊജക്ട് ഓഫീസറായ അനുപമ ചേച്ചി നമ്മളോടൊപ്പം കൂടുന്നുണ്ട്. അനുപമ ചേച്ചി, അപ്പോൾ മാറ്റ്നി 360യുടെ പ്രേക്ഷകർക്കായിട്ട് എന്താണ് ഈ അക്വാ ടൂറിസം സെന്റർ എന്നുള്ളത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാവോ? തീർച്ചയായിട്ടും. നമ്മുടെ ഫാമിലെത്തുന്ന സന്ദർശകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള പലതരം പാക്കേജുകൾ നമ്മളിവിടെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഹട്ടുകളുണ്ട്, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളുണ്ട്, ഏറുമാടും ഉണ്ട്. പിന്നെ ചേച്ചി ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ ഏതായാലും എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഒപ്പം ചേച്ചി നമുക്ക് വിവരിച്ച് തന്നാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരിക്കും ഇതിനെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. വാ ചേച്ചി, നമ്മുടെ ആദ്യത്തെ പരിപാടി എങ്ങനെ? നമ്മൾക്ക് ആദ്യം തന്നെ ഏറുമാടം കാണാം. നമ്മളുടെ ഫാമിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഏറുമാടമാണ്. നമുക്കത് കാണാം. അപ്പോ ഒരു വഞ്ചിയിൽ നിന്നും മറ്റൊരു വഞ്ചിയിലോട്ട്. പക്ഷെ നമ്മൾ കയറാൻ പോകുന്ന വഞ്ചി വെറും വഞ്ചിയല്ല, തുരുത്തു വഞ്ചിയാണ്. വാ ചേച്ചി. വഞ്ചിത്തുരുത്തിൽ ഏറുമാടം ബുക്ക് ചെയ്ത് വരുന്ന ഫാമിലീസിനാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഊഞ്ഞാലുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഇരുന്ന് ചൂണ്ടയിടാനായിട്ടുള്ള സൗകര്യമുണ്ട്. പിന്നെ വെയിലൊന്നും കൊള്ളാതെ ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ബുക്കെല്ലാം വായിക്കാൻ പറ്റും. പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാം. പിന്നെ അതുകൂടാതെ ഭക്ഷണം കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏറുമാടത്തിന് അവിടെ നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം കൂടിയുണ്ട്. ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കി കൊടുക്കാറുണ്ട്. ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചൂടിന്റെ ഇതൊന്നും നമ്മൾ അറിയത്തേ ഇല്ല ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. ശരിക്കും ഒരു ഫാമിലീസിന് മാത്രമാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ വേറെ ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് വരില്ല. അപ്പോൾ ഫാമിലീസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. മിക്കവാറും ഫാമിലീസാണ് ഇവിടെ ബുക്ക് ചെയ്യാറുള്ളത്. പ്രയോറിറ്റി ഫാമിലീസിനാണ്. പിന്നെന്താണ് നമ്മൾ ചൂണ്ടയിടാനുള്ള സൗകര്യം? ചൂണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ട കൊടുക്കാറുണ്ട്. അതിനായിട്ടുള്ള ബെയ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലോട്ടിങ് ഇവിടെ നമ്മുടെ വഞ്ചിത്തുരുത്തിൽ ഏറുമാട് എടുത്ത് വരുന്ന ഒരു ഗസ്റ്റിനാണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് എല്ലാവരും പോകുന്നത്. അപ്പൊ 250 കൂടാതെയാണ് നമ്മൾ? അല്ല, ആദ്യം വേറൊരു പാക്കേജാണ്. 250 എന്ന് പറഞ്ഞാൽ ബേസിക് എൻട്രി ആണ്. ഇത് 450 രൂപ. ഒരാൾ 450 രൂപ കൊടുത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഫുൾ ഏരിയ യൂസ് ചെയ്യാം. ബോട്ടിംഗ് ഉണ്ടാവും, ചൂണ്ടയിടാൻ പറ്റും. അതേപോലെ ഭക്ഷണം കൂടി ഇൻക്ലൂഡഡ് ആണ് ഇവിടെ തന്നെ. 10:30 to 3 o'clock വരെയാണ് നമ്മൾ സമയം കൊടുക്കുന്നത്. അപ്പൊ ചേച്ചി ഇനി അടുത്തെന്താ? ഇനി നമ്മൾ ഫിഷ് ഡിമ്മിങ് ആണ് കാണാൻ പോകുന്നത്. അപ്പൊ ഇനി പൂമാനത്ത് ചാടി പറക്കണ പൂമീനെ കാണാൻ പോവാ. നമ്മള് പറക്കണ മീനെ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ഹട്ടിലോട്ടാണ്. അപ്പോൾ ഹട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ നമുക്ക് തരുന്ന സുഖസൗകര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം. ചേച്ചി, അപ്പോൾ ഹട്ടിൽ എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഹട്ടിന്റെ പാക്കേജ് എന്ന് പറയുന്നതും പെർ ഹെഡ് 450 രൂപ തന്നെയാണ്. ഇപ്പോൾ ഫാമിലീസ് ആണ് അത് കൂടുതലായിട്ടും ബുക്ക് ചെയ്യുന്നത്. അവിടെ വരുന്നവർക്ക് ഇതുപോലെ തന്നെ 10:30 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടീ ആൻഡ് സ്നാക്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഹട്ടിലിരുന്ന് ചൂണ്ടയിടാം, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെയുള്ള മറ്റുള്ള ബോട്ടിങ്സ് കൂടി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പൊ ചേച്ചി ഈ ഒരു ഹട്ടിന്റെ ഫെസിലിറ്റി അതിന്റെ ടൈം അവൈലബിലിറ്റി എങ്ങനെ? 10:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 തുടങ്ങിയിട്ട് 3 മണി വരെ നമ്മൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. 10:30 ഇപ്പോൾ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇരുന്ന് ചായയും സ്നാക്സും കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ഫ്രണ്ട്സും അതുപോലെ ഫാമിലീസൊക്കെയാണ് നമ്മളിവിടെ വരുന്നത്. അവരൊരു ഫുൾ ഡേ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വെയിലില്ല. ഇപ്പോൾ അറിയാലോ നല്ല കൂളിംഗ് ആണ് ഇവിടെ. പിന്നെ ഇവിടെ നിന്ന് ചൂണ്ടിടാനായിട്ടുള്ള സൗകര്യം കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ലൈറ്റും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇവിടെ ഇരുന്നിട്ട് ലഞ്ച് എല്ലാം കഴിച്ച് നല്ല റിലാക്സ് ചെയ്തിട്ടാണ് എല്ലാവരും പോകുന്നത്. കൂടാതെ തന്നെ നമ്മുടെ മറ്റു ബോട്ടിങ്സും കൂടി ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അതെ, പെഡൽ ബോട്ട്, റോയിങ് ബോട്ട്, കയാക്കി, കുട്ടവഞ്ചി, സോളാർ ബോട്ട് ഇതെല്ലാം ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. മിനിമം ഒരു 10 പേർക്ക് വരെ നമ്മൾക്ക് ഇത് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഈ വെള്ളത്തിന് നടുവിൽ ഒരു ഹട്ടിൽ ഇരുന്നിട്ട് ചൂണ്ടിടാൻ ഒരു ഭാഗ്യം വേണം. അപ്പോ ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിൽ കിടക്കാൻ വേണ്ടി ഈ ബോട്ടിൽ നിന്ന് പുറത്തോട്ട് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഈ ഫാം മൊത്തം നമുക്ക് സുറ്റി കാണിച്ചു തന്ന ജ്യോതിഷേട്ടനോട് നമുക്കൊരു നന്ദി പറയണ്ടേ? താങ്ക് യു ജ്യോതിഷേട്ടാ. ഇതാണ് നമുക്ക് എല്ലാം കാണിച്ചു തന്ന ജ്യോതിഷേട്ടൻ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് കിടക്കട്ടെ. ഓക്കെ, വാ. അപ്പൊ ചേച്ചി, ഈ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിൽ നിങ്ങൾ എന്തൊക്കെയാ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ മീറ്റിങ്ങുകൾ നടക്കാറുണ്ട്. അതുപോലെ ചെറിയ പാർട്ടി അങ്ങനെ ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും നമ്മുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ബുക്ക് ചെയ്യുന്നത്. പാർട്ടീസും ആണ് കൂടുതൽ. പിന്നെ ഇപ്പോൾ എല്ലാവരും ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ബുക്ക് ചെയ്യാറുണ്ട്. അതും നമ്മൾ ഈ പറയുന്ന പോലെ 10 മണി തുടങ്ങിയിട്ട് വൈകുന്നേരം 5 മണി വരെ നമ്മളിത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 5 മണി വരെയും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ കണ്ട ഹട്ടില്ലേ, ഹട്ടും തുരുത്തും. അപ്പൊ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചൂണ്ടിട്ട് മീനിനെ പിടിക്കുക. മീനിനെ പിടിച്ചിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുവരിക, പൊരിക്കുക, എന്നിട്ട് തടിക്കുക. പൊരിക്കുക, പിടിക്കുക, അടിക്കുക, പിടിക്കുക, പൊരിക്കുക, അടിക്കുക, പിടിക്കുക, പൊരിക്കുക, അടിക്കുക. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് അവിടെ നിന്ന് ചൂണ്ടിട്ട് കൊണ്ടുവരുന്ന മീനിനെ ഇവിടെ വന്ന് പൊരിച്ച് തിന്നുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും എന്നുള്ള മറ്റൊരു സവിശേഷതയാണ് ഇവിടുത്തെ. ആകാശേ, അപ്പൊ നിങ്ങൾ ഇവിടുത്തെ പാക്കേജുകളും ഇവിടുത്തെ ബോട്ടിങ്ങുകളും കാര്യങ്ങളെല്ലാം ആസ്വദിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾക്ക് നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ. ഇവിടുന്ന് തന്നെ കിട്ടുന്ന ഫിഷാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന നല്ല ഫിഷ് കറി മീലുണ്ട്. അതൊക്കെ കഴിച്ച് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ ഈ ഫാമിലത്തെ ഫിഷ് അത് നമുക്ക് പൊരിച്ചും കറിയാക്കിയിട്ട് തിന്നാം. ത്രില്ലല്ലേ? അതെ, ഞാനും ത്രില്ഡാണ്. വാ. നമുക്ക് മുമ്പിൽ ചോറ്, പപ്പടം, മീൻകറി, അച്ചാറ്, ഉപ്പേരി, ക്യാബേജ് എല്ലാം അങ്ങനെ ഇരിക്കുകയാണ്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യം നമ്മുടെ ആണല്ലോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്തിനായിരുന്നു? വെള്ളത്തിൽ മുങ്ങാതിരിക്കാൻ. അതെ, നമ്മൾ ചെറുതായിട്ടൊരു അഡ്വഞ്ചറസ് പരിപാടി ചെയ്യാൻ പോവാ. റോയിങ് ചെയ്യണ്ടേ? പിന്നെ 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 വേണം വേണം വേണം. വാ. തുരുത്തിനെ പ്രണയിച്ച എന്നെ ഈ തുരുത്തിൽ നിന്നും തുരത്താനായി പല ശ്രമങ്ങൾ എൻ്റെ ടീം നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടുകൊണ്ട് എൻ്റെ ടീം എന്നെ ഈ തുരുത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. സാരമില്ല, അതുകൊണ്ട് ഈ തുരുത്തിൽ നിന്ന് തന്നെ ഞാൻ സൈൻ ഓഫ് പറയാൻ സമയമായി. ദിസ് ഇസ് മീ ആകാശ് KD സൈനിങ് ഓഫ് ഫ്രം മാറ്റ്നി 360. പക്ഷേ സ്റ്റേ ട്യൂൺഡ്. മാറ്റ്നി 360 അടുത്ത എപ്പിസോഡുമായി വളരെ വേഗം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും.